to the very next episode of Daily Stories. So നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ബാഗൊക്കെ ആയിട്ട് ഞാൻ ഇരിക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി വാട്സ് ഇൻ മൈ ബാഗാണ്. പക്ഷേ വാട്സ് ഇൻ മൈ ബാഗല്ല, വാട്സ് ഇൻ മീ ബേബീസ് ബാഗാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. സോ ഓൾറെഡി ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മീ ബേബിയുടെ ബാഗിൽ. ബിക്കോസ് നമുക്ക് ഒരു ഫംഗ്ഷന് പോകാനുണ്ട്. ഇന്ന് പോയിട്ട് നമുക്ക് ഒരു ഡേത്തെ ഫംഗ്ഷനാണ്. ഇന്ന് പോയി നമ്മൾ നാളെ വരുള്ളൂ. മോസ്റ്റ്ലി ഈ ബാഗിൽ എന്തൊക്കെ വെച്ചിട്ടാണ് മീ ബേബിനെയും കൊണ്ട് പുറത്ത് പോകുന്നത് എന്നുള്ളത് കാണിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വാട്സൺ മീ ബേബീസ് ബാഗ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് ദ വീഡിയോ. ബാഗ് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ മോമി ബാഗ്. ലവ് ലാപ്പ് എന്നാണ് ഈ ബാഗ്. ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ലിങ്ക് ഞാൻ കൊടുക്കാം. സോ ഇതിലെ കമ്പാർട്ട്മെൻറ്റ്സ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഈ കമ്പാർട്ട്മെൻറ്റിൽ നമുക്കിവിടെ ഫീഡിംഗ് ബോട്ടിൽ വയ്ക്കാം. കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമുക്ക് ഫീഡിംഗ് ബോട്ടിൽ വയ്ക്കാം. 1, 2 2 ഫീഡിംഗ് ബോട്ടിൽ വയ്ക്കാം. പിന്നെ അതാ ഇവിടെ ഒരു സിബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ബേബിക്ക് വേണ്ട ചെറിയ തുണികൾ, നാപ്കിൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ വെക്കാം. പിന്നെ അതാ ഇവിടെ നമുക്ക് ബോട്ടിൽസ് ഒക്കെ വെക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്ലാസ്ക് ആണ് വെച്ചേക്കുന്നത്. ഇത് ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് മേടിച്ചൊരു ഫ്ലാസ്ക് ആണ്. ഫോമുല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ചൂടുവെള്ളമാക്കി കൊണ്ടുപോകും. അപ്പം ഇത് ഈ ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ഫ്ലാസ്ക്. പിന്നെ നമ്മളിപ്പം ഒരു ഡേ ഒക്കെ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടൊക്കെ വരുള്ളെങ്കിൽ ഞാൻ ഈ ഒരു ഫ്ലാസ്കും കൂടെ ഇതിലും കൂടെ വെള്ളം തിളപ്പിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഇത് കാറിൽ വെക്കാം, വേണ്ടത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ക്യാരി ചെയ്യാൻ ഈസി ഇതാണല്ലോ. അപ്പം ഇത് ഞാൻ കൊണ്ട് നടക്കാറുണ്ട്. ഇതും ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. പിന്നെ ഈ ഒരു സൈഡിൽ ഞാൻ വെറ്റ് വൈപ്സ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ മിഴിക്ക് യൂസ് ചെയ്ത വെറ്റ് വൈപ്സ്. മദർ സ്പർഷിൻ്റെ ആണ്. നല്ല വെറ്റ് വൈപ്സ് ആണ് കേട്ടോ. 99% വാട്ടർ ആണെന്നാണ് പറയുന്നത്. യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ മദർ സ്പർഷിൻ്റെ വെറ്റ് വൈപ്സ് ആണ് മിഴിക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഇവിടെ ഞാൻ നോർമലി ചെയ്യാറ് ഇങ്ങനെ പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ വെക്കുകയാണ് ചെയ്യുക. ഇപ്പം മിഴീൻ്റെ നാപ്പിയൊക്കെ മാറ്റുമ്പം നമുക്ക് ആ യൂസ്ഡ് നാപ്പി ഈ പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് പോകുന്ന വഴിക്ക് എവിടെയാണോ വേസ്റ്റ് ബിൻ ഉള്ളത്, അല്ലെങ്കിൽ പെട്രോൾ പമ്പിലൊക്കെ നിർത്തുമ്പോൾ അവിടെ വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വേസ്റ്റ് ബിന്നിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവർ എപ്പോഴും വെക്കും, യൂസ്ഡ് നാപ്പീസൊക്കെ ഇടാൻ. പിന്നെ ഇവിടെയും ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഇവിടെ ഇപ്പം ഞാൻ മിഴിയുടെ കുറച്ച് ഇങ്ങനത്തെ തുണികളാണ് വെച്ചത്, നാപ്കിൻ പോലത്തെ. വോമിറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പാലൊക്കെ കുടിക്കുമ്പം തുടയ്ക്കണമെങ്കിലും ഒക്കെ അങ്ങനത്തെ തുണി ഞാൻ അവിടെ കീപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ മേജർ കമ്പാർട്ട്മെൻറ്റ് ഈ കമ്പാർട്ട്മെൻറ്റ്. അപ്പം ഈ കമ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഫസ്റ്റ് എന്നതാ ഈ ഒരു കണ്ടെയ്നറാണ്. ഇതിലാണ് ഞാൻ മിഴിയുടെ ഫോമുല പൊടി ഇടുന്നത് ഇതിലാണ്. നാൻ എക്സെല്ല പ്രോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് മിഴിക്ക്. അപ്പോൾ ആ പൊടി ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പം കൊണ്ടുപോകുന്നത് ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാണ്. കാരണം ആ വലിയൊരു ടിൻ എടുക്കുന്നതിന് പകരം ഇതെടുക്കും. ഇപ്പം ഒരു ദിവസം നിൽക്കാനൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ ആ കണ്ടെയ്നറും എടുക്കും. അതെടുത്തിട്ട് ഞാനൊരു കവറിലാക്കിയിട്ട് ആ കണ്ടെയ്നറും ഈ ഫ്ലാസ്കും ഒരു കവറിലാക്കിയിട്ട് കാറിൻ്റെ അകത്ത് വെക്കും. ഇത് ഈ ബാഗിലുണ്ടാവും നമുക്ക് എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് R4 റാബിറ്റിൻ്റെ കണ്ടെയ്നറാണ്. എല്ലാ ലിങ്കും ഞാൻ കൊടുക്കാവേ. ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറാണ് കേട്ടോ. ഇങ്ങനൊരു കണ്ടെയ്നർ അതിനകത്തുണ്ടാവും. പിന്നെ ഇങ്ങനെ ഒരു ടിഷ്യൂ റോൾ ഉണ്ടാവും മിഴിക്ക് ക്ലീൻ ചെയ്യാനൊക്കെ, നാപ്പി മാറ്റുമ്പോൾ ക്ലീൻ ചെയ്യാൻ, ഡയപ്പർ ചേഞ്ചിൻ്റെ സമയത്ത് എടുക്കാൻ വേണ്ടി ഇങ്ങനൊരു ടിഷ്യൂ റോള് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ കാര്യം മിഴിയുടെ മരുന്നുകൾ. ഇതൊന്നും മിഴി എന്നും കഴിക്കുന്ന മരുന്നൊന്നുമല്ല. എങ്ങാനും ഇങ്ങനെ ട്രാവലിങ്ങിനൊക്കെ പോകുമ്പം എങ്ങാനും പനി വന്നാലെന്ന് വെച്ചിട്ട് ഒരു പാരസെറ്റമോൾ വെച്ചിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞ പാരസെറ്റമോളാണ്. പിന്നെ സലൈൻ ഡ്രോപ്സ് ഉണ്ട്. പിന്നെ മിഴിക്ക് എന്നും കൊടുക്കുന്ന വൈറ്റമിൻ ഡിൻ്റെയും മൾട്ടി വൈറ്റമിൻസിൻ്റെയും ഒരു സിറപ്പുണ്ട്. പിന്നെ ലാക്ടോ കാലമൈൻ ഉണ്ട്. പിന്നെ എൻ്റെ 2 മെഡിസിൻ ഉണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഐറ്റം, ഇത് ഞാൻ ഇൻസ്റ്റയിൽ ഒത്തിരി വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡയപ്പർ ചേഞ്ചിങ് മാറ്റാണിത്. ഇത് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ്. ഇത് ആക്ച്വലി ഞാൻ മേടിച്ചതല്ല, ഇതെൻ്റെ കസിൻ എനിക്ക് തന്നതാണ്. അപ്പം പുള്ളിക്കാരിയുടെ കൊച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതായിരുന്നു. അപ്പം അതെനിക്ക് തന്നു. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഒരു ഡയപ്പറൊക്കെ അതിൽ വെക്കാം. പിന്നെ ഡയപ്പർ റാഷ് ക്രീം വെക്കാം. അങ്ങനെ സ്ഥലമുണ്ട്. പിന്നെ മിഴിക്ക് എക്സ്ട്രാ കുറച്ച് തുണി ഞാൻ വെക്കും. എത്ര തുണി ഉണ്ടെങ്കിലും മിഴിക്ക് മതിയാവില്ല. അപ്പം ഞാൻ എക്സ്ട്രാ ഇങ്ങനെ കുറച്ച് തുണി വെക്കും. പിന്നെ ഒരു ബേബി വാഷ് ഉണ്ട്, അൺസെൻറ്റഡ് ബേബി വാഷ്. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഇങ്ങനത്തെ ഒരു സാധനം, ഈ ഒരു ചെറിയ സാഷെ പാക്ക് ഉണ്ടെങ്കിൽ യൂസ്ഫുള്ളാണ് തോന്നി. അങ്ങനെ അൺസെൻറ്റഡ് ബേബി വാഷ് ഉണ്ട്. ഇതും മദർ സ്പർഷിൻ്റെ ആണ്. ഇത് ആക്ച്വലി എനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ.
പിന്നെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡയപ്പേഴ്സ്. ഇങ്ങനെ ഒത്തിരി ഡയപ്പേഴ്സ് ഇതിലുണ്ട്. ഞാൻ ടെഡിയുടെ ഡയപ്പേഴ്സാണ് അധികം യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് വേറെയും. മൈലോ യൂസ് ചെയ്തിട്ടുണ്ട്, മാമി പോക്കോ പാൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടെഡിയുടെ ഡയപ്പർ കുറച്ചും കൂടെ റേറ്റ് കുറവാണ്, പിന്നെ നല്ല ഡയപ്പറുമാണ്, റാഷസ് ഒന്നും ഇല്ല. മിഴിക്കിപ്പം 4 months ആയി. 4 months ആയിട്ട് മിഴി യൂസ് ചെയ്യുന്ന ഡയപ്പറാണിത്. എല്ലാ ദിവസവും മിഴി ഡയപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല, നല്ല ഡയപ്പറാണ്. പിന്നെ കുറച്ച് ഡ്രസ്സുകളുണ്ട് കേട്ടോ. ആസ് യൂഷ്വൽ ബേബി ഡ്രസ്സ് ഞാൻ കുറച്ചൊരു 3-4 ഡ്രസ്സ് ഞാൻ അതിൽ കരുതിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതാ ഈ ഒരു ആൽക്കഹോൾ വൈപ്സ് വെക്കാറുണ്ട്, ഡെറ്റോളിൻ്റെ ആൽക്കഹോൾ വൈപ്സ്. മിഴിയുടെ ഡയപ്പർ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇപ്പം പോകുന്ന വഴിക്ക് കൈ കഴുകാനൊന്നും ഒരു വഴിയില്ലെങ്കിൽ കുപ്പിയിലുള്ള വെള്ളത്തിൽ കഴുകും. അതല്ലാണ്ട് കുറച്ച് ആൽക്കഹോൾ വൈപ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഡയപ്പർ ചേഞ്ചിങ് മാറ്റൊക്കെ ഒന്ന് തുടയ്ക്കാനോ ഒക്കെ ആയിട്ടൊരു ആൽക്കഹോൾ വൈപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഇപ്പം മിഴി പാൽ കുടിക്കുമ്പം ഡ്രസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കെട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊരെണ്ണം ഞാൻ വെക്കും. പിന്നെ ലോങ് ഒക്കെ പോകുമ്പോൾ ഒരു തൊപ്പി കയ്യിൽ കരുതും. പിന്നെ മിഴിയുടെ ഒരു കുഞ്ഞി കോംബോ ഉണ്ടാവും ഇതിൽ. പിന്നെ ഒരു പാസിഫയർ ഉണ്ട്. പാസിഫയർ മിഴി യൂസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയണം. പക്ഷെ ഞാൻ വാങ്ങിയപ്പോൾ വെച്ചതാണ്, അവൾ യൂസ് ചെയ്തിട്ടൊന്നുമില്ല, കയ്യിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിഴിക്ക് റാഷസ് ഒക്കെ വന്നാലോ അല്ലെങ്കിൽ അതിനെന്ത് ക്രീമാ ഡോക്ടറോട് ഞാൻ ചോദിച്ചപ്പം ഒരു ക്രീം എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ്. ക്ലോട്രിമസോൾ ക്രീം എന്ന് പറഞ്ഞിട്ട്, ഈ ഒരു ക്രീം നല്ലൊരു ക്രീമാട്ടോ, കാൻഡിഡ് ക്രീം എന്ന് പറഞ്ഞിട്ട്. ഇത് മിഴിയുടെ റാഷസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഉണ്ടാവുകയാണെങ്കിൽ. പിന്നെ ഒരു സെബാമെഡിൻ്റെ ക്രീം എക്സ്ട്രാ സോഫ്റ്റ്, ഇങ്ങനൊരു ക്രീം ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിസേഴ്സ് ഉണ്ട്. പിന്നെ ഒരു നെയിൽ കട്ടർ, അത് അതിൽ തന്നെ ഉണ്ടാവും എപ്പോഴും. പിന്നെ ഒരു നമ്മുടെ ഫോമുല മിക്സ് ചെയ്യുമ്പം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കപ്പുണ്ട്, വെള്ളം മെഷർ ചെയ്യാൻ വേണ്ടി ഒരു കപ്പുണ്ട്. പിന്നെ അതാ ഒരു ഡയപ്പർ റാഷ് ക്രീം ഉണ്ട്. ഞാൻ എപ്പോഴും ഡയപ്പർ റാഷ് ക്രീം യൂസ് ചെയ്യും കേട്ടോ. എപ്പോഴും നമ്മൾ ഡയപ്പർ റാഷ് ക്രീം യൂസ് ചെയ്യണം. സ്ഥിരമായിട്ട് ഡയപ്പർ ഇടുന്ന ഒരു കൊച്ചാണെങ്കിൽ ഡയപ്പർ റാഷ് ക്രീം മസ്റ്റാണ് കേട്ടോ. അപ്പോൾ സെബാമെഡിൻ്റെ ഡയപ്പർ റാഷ് ക്രീം ഉണ്ട്. ഇതും ഞാൻ ഈ ബാഗിൽ വെക്കാറുണ്ട്. അപ്പം യെസ്, ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു മോമി ബാഗിലുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. ഈ ബാഗിന് ഇങ്ങനെ ഒരു കീ ഹോൾഡർ ഉണ്ട് കേട്ടോ. ഇങ്ങനൊരു കീ ഹോൾഡർ ഉണ്ട്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് മിഴിയുടെ മോമി ബാഗ് ഈ ഒരു ബാഗിൽ ഉണ്ടാവാറ്. സോ വാട്ട്സൺ മിഴീസ് ബാഗ്, ഇതൊക്കെയാണ് ഐറ്റംസ്. അപ്പോൾ ഐ ഹോപ്പ് യു ഓൾ ലവ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യു ക്യാൻ ഡിസ്ലൈക്ക് ആസ് വെൽ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.